എല്ലാവർക്കും നമസ്കാരം. വോയിസസ് ഓഫ് ചേഞ്ച് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഒരു വിശിഷ്ട വ്യക്തിയാണ്. കൊല്ലം കിംസിൻ്റെ CEO ആയ ഡോക്ടർ പ്രിൻസ് വർഗീസ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാറിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. താങ്ക് യു സാർ. ഒന്ന് പരിചയപ്പെടുക. ഓക്കെ, എൻ്റെ പേര് ഡോക്ടർ പ്രിൻസ് വർഗീസ്. ഞാൻ കിംസ് ഹോസ്പിറ്റൽ കൊല്ലത്തിൻ്റെ CEO ആയിരുന്നു. കിംസിൽ എൻ്റെ ജേർണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 20 years ആയെന്ന് പറയാം. ഞാൻ കമ്പനി ജോയിൻ ചെയ്തത് 2008 ദാറ്റ് വാസ് ഇൻ ടു ദ ഗൾഫിലോട്ട്, GCC അപ്പം അവിടുന്ന് പിന്നെ ഒരു ബിറ്റ്വീൻ സൗദി അറേബ്യ, ഒമാൻ എല്ലാമായിട്ടൊരു 15-16 years പ്ലസ് അങ്ങനായി. പിന്നെ ഇപ്പം നാട്ടിലേക്ക് ഒരു 3.5 വർഷം മുമ്പേ ഒരു April 23 കെയിം ബാക്ക് ടു കൊല്ലം. അപ്പം ഇങ്ങനെ ഏകദേശം ലൈഫ് വെൻറ്റ് ഓൺ വിത്ത് കിംസ്. അപ്പം നമ്മുടെ മോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ നമ്മൾ പഠിച്ചതും ഓൾ ദീസ് കമ്പനിയാസ് നമ്മൾ പഠിച്ചേക്കുന്നത്. റൈറ്റ് നൗ കിംസ് കൊല്ലം നിങ്ങളെല്ലാവരും അറിയുന്ന പോലെ ഒരു 200 ബെഡിൻ്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഇൻ എ പ്ലേസ് കോൾഡ് കൊട്ടിയം ഇൻ കൊല്ലത്താണ് നിൽക്കുന്നത്. വി ഹാവ് ഡെവലപ്ഡ് ലോട്ട് ഇൻ ദ ഹോസ്പിറ്റൽ. ലൈക്ക് റീസെൻ്റ്ലി നമ്മളിപ്പം അതിനെ ഒരു സെക്കൻഡറി കെയർ ടു ടെറിഷറി കെയർ കൺവേർട്ട് ചെയ്തു. വി ഹാവ് ഇൻവേസീവ് കാർഡിയോളജി, കാത്ത് ലാബായിട്ട്, ഇൻ്റർവെൻഷണൽ ന്യൂറോ, ഇൻ്റർവെൻഷണൽ റേഡിയോളജി, അത് റിലേറ്റഡ് ഫർദർ ഡിപ്പാർട്ട്മെൻറ്റ്സ്, MRI അതെല്ലാം ലാസ്റ്റ് ഒരു 3 years ആഡ് ചെയ്തിട്ട് നല്ലൊരു ടെറിഷറി കെയർ ആക്കിക്കൊണ്ടിരിക്കുക. അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 75-80 കൺസൾട്ടൻസും ഡോക്ടേഴ്സ് ഓൺ ദ റോൾ ഉണ്ട്. ആൻഡ് ഹോസ്പിറ്റൽ ഇസ് ഡൂയിങ് ഗുഡ് സക്സസ്ഫുള്ളി. കിംസിനെ കുറിച്ച് പറഞ്ഞു 15-20 years ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ ഒരു 20 years സാറ് കണ്ട ഒരു സോഷ്യൽ ചേഞ്ച് എന്തുമായിരുന്നു ഒരു മെഡിക്കൽ സിസ്റ്റത്തിൽ? അതിനകത്ത് എന്താണ് കിംസിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ? ഇപ്പം നമ്മൾ സ്പെഷ്യലി ഇന്ത്യൻ മാർക്കറ്റോ കേരള മാർക്കറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഓവറോൾ ഒരു ഹെൽത്ത് കെയർ കാര്യമായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. എസ്പെഷ്യലി ലാസ്റ്റ് ഒരു 10-12 years, ഒരു 15 years നല്ലൊരു മാറ്റങ്ങളുണ്ട്. ഒരു എടുത്തു പറയുവാണെങ്കിൽ ഫസ്റ്റ് ഒരു ടോപ്പിക് വരുന്നത് ഇസ്രയേൽ ഒരു ഹ്യൂജ് മൾട്ടിനാഷണൽ പ്ലെയേഴ്സോ ഒരു മേജർ കമ്പനീസ് ഹെൽത്ത് കെയറിൽ വരാൻ തുടങ്ങി. നമുക്കൊരു ഓർമ്മയിൽ നമ്മുടെ ചെറുപ്പത്തിൽ മേ ബി എക്സാമ്പിൾ നമ്മളൊരു 30-40 years പഴയ കാലം നോക്കുവാണെങ്കിൽ മോസ്റ്റ് ഓഫ് ഇന്ത്യൻ ഹോസ്പിറ്റൽസ് കേരളത്തിൽ എസ്പെഷ്യലി നോക്കുവാണെങ്കിലും ഈവൻ ബാക്കിയിടത്തും ഒരു ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫാമിലി ഡ്രിവൻ ഹോസ്പിറ്റൽസ് ആയിരുന്നു. എല്ലായിടത്തും ഒരു ഹസ്ബൻഡ് വിൽ ബി എ സർജൻ, വൈഫ് ഗൈനക്കോളജിസ്റ്റ്, അല്ലെങ്കിൽ മേ ബി ഒരു ഒപ്താൽ സർജൻ, അല്ലെങ്കിൽ ഫിസിഷ്യൻ, സർജൻ, ഗൈനക്കോളജി, അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു. അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫും പ്ലസ് പിള്ളേരും. അപ്പോൾ എല്ലാവരും ചേർന്നൊരു 50 bed 100 bed ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നു, നഴ്സിംഗ് ഹോംസ് ആക്കുന്നു. ആൻഡ് ദാറ്റ് യൂസ് ടു റൺ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഹാബിറ്റ് അത് തന്നെയായിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു അടുത്തുള്ള ഒരു ഫാമിലി ഫിസിഷ്യൻ, വി ആർ അവെയർ അബൌട്ട് ഇറ്റ്. എല്ലാവരെയും ഫുൾ ഫാമിലി ആയിട്ട് അറിയാം. അപ്പോൾ ആ ഡോക്ടറിനാണെങ്കിൽ നമുക്ക് നമ്മുടെ പേരൻസിനെ അറിയാം, നമ്മളെ അറിയാം, നമ്മുടെ കൊച്ചുമക്കളെ അറിയാം. അങ്ങനെ ഒരു റാഷണൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സ്ലോലി മാറിക്കൊണ്ടിരിക്കുക. ആൻഡ് ലാസ്റ്റ് ഒരു 10 years ഡ്രാസ്റ്റിക് ഒരു ചേഞ്ച് വന്നേക്കുന്നത് ബിക്കോസ് ഓഫ് ദ മേജർ കമ്പനീസ് കമ്മിങ് ഇൻ ടു ഇറ്റ്. മൾട്ടിനാഷണൽ ആകാം ശരി, പ്ലസ് നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ആയാലും ശരി, ദേ ആർ ഇൻ ടു ഹെൽത്ത് കെയർ ആസ് ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ആയിട്ട്. ഈ എല്ലാ ഫീൽഡിലും ഉണ്ട്. വാട്ട് വി സി നമ്മുടെ ഇപ്പം റീറ്റെയിൽ സെക്ടർ നോക്കിയാലും ഇപ്പോൾ ചെറിയ കടകളുടെ അതിന് പകരം ലോട്ട് ഓഫ് ബിഗർ കമ്പനീസ് ആർ കമ്മിങ് ഇൻ ടു. ലുലു ഇസ് എ മേജർ ഗ്രൂപ്പ്. അതല്ലാതെ GMart ഇസ് ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ്. നൗ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഹാസ് ഇൻക്രീസ്ഡ് എ ലോട്ട്. അപ്പം റീറ്റെയിൽ മാറിയതുപോലെ ഹോട്ടൽ ഇൻഡസ്ട്രി ഓൾസോ ഹാസ് ചേഞ്ച്. അപ്പോൾ സെയിം ഇമ്പാക്റ്റ് ഇസ് കമ്മിങ് ഇൻ ദ ഹെൽത്ത് കെയർ ഓൾസോ. അതിനൊരു വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ സൈഡിൽ നിന്നും ആക്ച്വലി നമുക്കിപ്പം ബിഗർ ഹോസ്പിറ്റൽസ് ചെറിയ സ്ഥലത്തും വരുന്നുണ്ട്. ഇപ്പം കേരളം നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലയിലും നമുക്കൊരു നല്ലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇപ്പം കാണാം. അത് 200-400 ബെഡിൻ്റെ നല്ല ഹോസ്പിറ്റൽസ് ഉണ്ട്. എല്ലാ സ്പെഷ്യാലിറ്റിയും കിട്ടും. നമുക്കിപ്പം വെൻ വി സേ ഇൻവേസീവ് കാത്ത് ലാബ്, ന്യൂറോ ഇൻ്റർവെൻഷൻസ്, MRI, CT, എവറിത്തിങ് ഈസ് അവൈലബിൾ. സോ അതൊരു അഡ്വാൻറ്റേജാണ് ആൾക്കാരിപ്പോൾ നോക്കുമ്പോൾ. ബിക്കോസ് ആർക്കും ഇപ്പോൾ കൊച്ചി വരെയോ ട്രിവാൻഡ്രം വരെയോ കോഴിക്കോട് വരെ ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. ജില്ലയുടെ അടുത്ത് തന്നെ മേ ബി ഒരു 5 kilometer 10 kilometer ഡിസ്റ്റൻസിൽ തന്നെ ഇതെല്ലാം ഫെസിലിറ്റീസ് അവൈലബിൾ ആകുന്നുണ്ട്. സോ അവൈലബിലിറ്റി ഓഫ് ഹെൽത്ത് കെയർ അറ്റ് ദ ഡോർ സ്റ്റെപ്സ് പറയുന്ന പോലെ. പിന്നെ സെയിം തിങ് എല്ലാ ഹോസ്പിറ്റൽസും ബാക്കി ചെയിൻസ് ആയാലും നമ്മളിപ്പോൾ ഒരു ഹോം കെയർ അല്ലെങ്കിൽ ലാബ് സാമ്പിൾസ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഹോം കളക്ഷൻ, ഇതൊക്കെ റീസെൻറ്റ് വന്ന ഒരു പ്രാക്ടീസാണ്. നേരത്തെ നമുക്ക് എന്തെങ്കിലും അസുഖം ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് ഫോൺ ചെയ്ത് ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിന്ന് ടോക്കൺ എടുത്ത് അല്ലെങ്കിൽ ബ്ലഡ് സാമ്പിൾ കൊടുക്കുന്ന അങ്ങനെ ഒരു സിസ്റ്റമായിരുന്നു. അതെല്ലാം മാറി ഇപ്പം എല്ലാ ഹോസ്പിറ്റൽസും ഹോം കെയറോ ലാബ് ചെയിൻസിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് ദേ വിൽ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്. അപ്പം അങ്ങനെ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഹെൽത്ത് കെയറിൽ വന്നിട്ടുണ്ട്. ഫെസിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ഒത്തിരി കൂടി, സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒത്തിരി വന്നിട്ടുണ്ട്. പണ്ടൊക്കെ നോക്കുവാണെങ്കിൽ നമുക്കൊരു 30 years മുമ്പേ ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ഒന്നുമില്ല. നമ്മളെല്ലാവരും ഒരു MD ഫിസിഷ്യൻ്റെ അടുത്ത് പോകുന്നു, എല്ലാ കാര്യങ്ങളും അങ്ങനെ ആവുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എല്ലാത്തിനും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് അപ്രോച്ച് വരുന്നുണ്ട്.
സോ അതൊക്കെ ഒരു വലിയ മാറ്റങ്ങൾ വിച്ച് വി സീ ഇൻ ദ ഹോസ്പിറ്റൽസിൽ. നമ്മുടെ ഈ കേരളത്തിലാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് മെഡിക്കൽ ഫീൽഡിലെ ഇൻവെസ്റ്റ്മെൻറ്റേഴ്സൊക്കെ കേരളത്തിൽ ഒരുപാട് പേര് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പം വേൾഡ് മാർക്കറ്റിലെടുത്താൽ ഇന്ത്യ നല്ലൊരു മാർക്കറ്റ് എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിലെടുത്ത് തന്നെ ഹെൽത്ത് കെയറിൽ എനിക്ക് തോന്നുന്നു കേരളം ഒരു നല്ല മാർക്കറ്റായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എവിടെ പോയാലും ഹോസ്പിറ്റൽസ് റൈസിങ് ആണ്. നമുക്കത് കാണാൻ പറ്റുന്ന ഒരു 3 കാര്യങ്ങളൊന്ന് ഹോട്ടൽസ്, ഹോസ്പിറ്റൽസ്, പിന്നെ ഹോസ്പൈസ്. ഇപ്പോൾ കണ്ടിന്യൂസ്ലി ഒരു റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ ഒരു സൈഡിൽ നോക്കിയാൽ അതൊരു നല്ലൊരു ഇൻഡിക്കേറ്ററാണ്. ബട്ട് അതർ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആൾക്കാരുടെ ഹെൽത്ത് ഡിക്ലൈൻ ആവുന്നത് തന്നെ നമ്മുടെ സെൽഫ് കെയറും അതുപോലെ നമ്മൾ അത്രയും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റൽസ് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ത് വേണം അതിനകത്ത്? ഇപ്പം പറഞ്ഞ പോലെ ഫസ്റ്റ് ടോപ്പിക് ഈസ് റിഗാർഡിങ് കേരളത്തിൽ നിന്ന് ഇത്രയും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതെന്ന്. നമ്മളിപ്പം ഇന്ത്യയുടെ ഓവറോൾ എല്ലാം നമ്മുടെ ഇപ്പം 28 സ്റ്റേറ്റ്സിലും ഒരു കാര്യം നോക്കുവാണെങ്കിൽ കേരളത്തിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആർ ദി ബെസ്റ്റ്. ഇപ്പോൾ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് നോക്കിയാലും നമ്മൾ ഓൾമോസ്റ്റ് 0.077 ബെസ്റ്റ് ഇസ് ദ 1. നമ്മൾ ഓൾമോസ്റ്റ് 0.775 ഇന്ത്യയുടെ ഓവറോൾ ഇസ് സംതിങ് ലൈക്ക് 0.4 0.3 വി ആർ ഡബിൾ ഓഫ് ദാറ്റ് തിങ്. ഇവൻ നമ്മുടെ ബാക്കി ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് നോക്കുവാണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഒരു 1000 ബർത്ത് നടക്കുവാണെങ്കിൽ 5 കുഞ്ഞുങ്ങളെ ഉള്ളൂ മരിക്കുന്നത്. സോ ഇറ്റ് ഇസ് ജസ്റ്റ് 5 per 1000 ലൈവ് ബർത്ത്സിൽ. ഇന്ത്യയുടെ നാഷണൽ ആവറേജ് അറൌണ്ട് 23-24 ആണ്. അമേരിക്ക ഇറ്റ് സെൽഫ് ഇസ് 5.6. അപ്പം ഇൻ കേരള ഇസ് ഫാർ ബെറ്റർ ദാൻ ദാറ്റ്. അപ്പോൾ അത്രയും ഒരു ഡെവലപ്മെൻറ്റ് വന്നതും അത് മെയിൻലി ബിക്കോസ് ആൾക്കാർ അത്രയും അവെയർ ആയിരുന്നു. പീപ്പിൾ വെർ മോർ കോൺഷ്യസ് അബൌട്ട് ഇറ്റ്. പിന്നെ ലിറ്ററസി റേറ്റ് വാസ് വെരി ഹൈ. നമ്മുടെ ഇവിടെ ഏകദേശം എല്ലാ ആൾക്കാരും എങ്ങനെയും 12th പഠിച്ച ആൾക്കാർ എങ്ങനെയും ആയിരിക്കാം. പീപ്പിൾ ഡെഫിനറ്റ്ലി എൻഡ് അപ്പ് ഇൻ ഡൂയിങ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഇതിന് പ്രൊഫഷണൽ കോഴ്സസ്. അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റനും ആൻഡ് പിന്നെ ആൾക്കാരുടെ ഒരു ഫിനാൻഷ്യൽ കപ്പാബിലിറ്റി ഈസ് മച്ച് ബെറ്റർ ദാൻ അതർ സ്റ്റേറ്റ്സ്. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഞാൻ പറഞ്ഞു ഞാനൊരു ഏകദേശം ഒരു 10-12 രാജ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട്. ബിറ്റ്വീൻ തമിഴ്നാട്, ചണ്ഡീഗഡ്, മഹാരാഷ്ട്ര, ജമ്മു ആൻഡ് കാശ്മീർ, ഡൽഹി, ആന്ധ്ര. ഇവരെല്ലാം കണ്ടേക്കുന്നത് എല്ലാ സ്റ്റേറ്റിലും ഒരു നല്ല സിറ്റിയും ഉണ്ട്, ഒരു റൂറൽ വില്ലേജും ഉണ്ട്, ഒരു ഇടയ്ക്ക് ഒരു ടൗണും ഉണ്ട്. അതൊരു അങ്ങനെയാണ്. ഇപ്പം ആന്ധ്ര നോക്കുവാണെങ്കിലും വി ഫൈൻഡ് ദാറ്റ് ഒരു ഹൈദരാബാദ് ബ്യൂട്ടിഫുൾ സെൻറ്റർ ഉണ്ട്. താഴോട്ട് പോകുവാണെങ്കിൽ കുറേ നല്ല റൂറൽ വില്ലേജ് മീൻസ് ലൈറ്റും കറണ്ടും ഇല്ലാത്ത വരെ വില്ലേജസാണ്. ബട്ട് കേരളം നമ്മൾ ട്രാവൽ ചെയ്യുവാണെങ്കിൽ റൈറ്റ് ഫ്രം കാസർഗോഡ് till തിരുവനന്തപുരം നോക്കിയാൽ എവിടെയും അത്ര റൂറൽ കേരള ഇല്ല. നല്ലൊരു കോസ്മോ സിറ്റി ഉണ്ട് തിരുവനന്തപുരം, കൊച്ചി മെയിനായിട്ട് നോക്കുവാണെങ്കിൽ. ബാക്കിയെല്ലാം ഒരുമാതിരി നല്ലൊരു ടൗൺ പോലെ. എല്ലായിടത്തും ലൈറ്റ് ഉണ്ട്, നല്ല റോഡുണ്ട്, പ്രൈമറി ഹെൽത്ത് കെയർ ഉണ്ട്, സ്കൂൾസ് ഉണ്ട്, കോളേജസ് ഉണ്ട്. സോ ആൾക്കാർക്ക് ആ ഒരു അവൈലബിലിറ്റി വാസ് ദ മെയിൻ തിങ്. അപ്പോൾ ഈ ഹെൽത്ത് കെയറും റൈസ് ചെയ്ത് ഈ ഒരു റീസൺ കാരണമാണ്. ഒന്ന് ആൾക്കാർക്ക് ഫിനാൻഷ്യൽ കപ്പാബിലിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ അകത്തൊരു റൂറൽ കേരള പോലെ ഇല്ല. അത്യാവശ്യം നല്ലൊരു സ്പ്രെഡ് ഓഫ് ജോഗ്രഫി, നല്ല ജോഗ്രഫി ആയിരുന്നു. പിന്നെ ആൾക്കാരുടെ ഒരു അവെയർനെസ്. അപ്പോൾ ഇതെല്ലാം കൂടി വാട്ട് അതർ ഹോസ്പിറ്റൽസ് ഓൾസോ ഫെൽ ദാറ്റ് കേരളത്തിൽ എവിടെ പോയാലും ഇവർ കാസർഗോഡോ, കണ്ണൂരോ, കോഴിക്കോടോ, തൃശ്ശൂരോ, കൊച്ചിയോ, കോട്ടയമോ, കൊല്ലമോ എവിടെ നോക്കിയാലും ദേ ഹാവ് എ സ്പേസ് ടു മേക്ക് എ ഹോസ്പിറ്റൽ. ഇവർക്ക് കൊച്ചിയോ തിരുവനന്തപുരം മാത്രം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് വാസ് എ മെയിൻ അഡ്വാൻറ്റേജ്. ബാക്കി സ്റ്റേറ്റിൽ പോയാൽ എല്ലാവർക്കും ആ ക്യാപിറ്റൽ സിറ്റിയോ അല്ലെങ്കിൽ 1-2 സിറ്റിയെ കാണത്തുള്ളൂ ഓപ്ഷൻസ് ടു ഡു ഇറ്റ്. കേരളം അതില്ലാത്തതുകൊണ്ട് ഈ 14 ഡിസ്ട്രിക്റ്റിലും ഈക്വലി അവൈലബിലിറ്റി വാസ് ദ മെയിൻ തിങ്. പിന്നെ നമ്മുടെ ഡെൻസിറ്റി നോക്കുവാണെങ്കിൽ നമ്മുടെ എല്ലാ പോപ്പുലേഷൻ കൊച്ചിയിലും തിരുവനന്തപുരം അല്ല, നമ്മുടെ നല്ല പോണക്കൊരു സ്പ്രെഡ് ഉണ്ട്. സോ ഈ 3-4 ഫാക്ടേഴ്സ് കാരണം ഓവറോൾ ആൾക്കാർക്കൊരു മീൻസ് മൾട്ടിനാഷണൽ കമ്പനീസ്ക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, വി ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ടു കേരള. സോ ദാറ്റ് വാസ് എ പോസിറ്റീവ് തമിഴ്. പിന്നെ നമ്മൾ ചോദിച്ച പോലെ കോസ്റ്റ് കൂടുന്നു, അത് കറക്റ്റാണ്. സി ദ പോയിൻറ്റ് വാട്ട് ഹാപ്പൻ, നമ്മളിപ്പം ഫെസിലിറ്റീസ് വേണം എന്ന് പറയുമ്പം അത് റിലേറ്റഡ് കുറച്ച് കോസ്റ്റും കൂടും. ഇപ്പം നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ ട്രെയിൻ സെക്ടർ തന്നെ നോക്കിക്കോ. ഇപ്പോൾ വന്ദേ ഭാരത് തുടങ്ങി. വന്ദേ ഭാരത്തിൻ്റെയും ബാക്കി ട്രെയിൻ 2 to 3 times റേറ്റ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ട്രെയിൻ ബുക്ക് ചെയ്യാൻ നോക്കിക്കോ വന്ദേ ഭാരത്തിൽ. സാറ്റർഡേ സൺഡേ ഒരിക്കലും ടിക്കറ്റ് കിട്ടത്തില്ല. നമ്മൾ തിരുവനന്തപുരം ടു കൊച്ചി നമ്മൾ ഒരാഴ്ച 10 ദിവസം മുമ്പ് ബുക്ക് ചെയ്താലേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് എവരും കേരള ആയെങ്കിലും ബാക്കി സ്റ്റേറ്റ് അവർക്ക് ആൾക്കാർക്ക് ഫെസിലിറ്റീസ് വേണം. ദർ ആർ പീപ്പിൾ ഹൂ തിങ്സ് ദാറ്റ് കോസ്റ്റ് വലിയ ഫാക്ടർ അല്ല, എനിക്ക് ആ ഫെസിലിറ്റി വേണം, ടൈം ഇസ് ഇഷ്യൂ. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി അങ്ങനെ ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ദ ബിഗർ കമ്പനീസ് സേ ദാറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ചെറിയ ഹോസ്പിറ്റൽസും ഉണ്ട്, ഒരു ഹൈ എൻഡ് ഹോസ്പിറ്റലിലൂടെ വരും.
അപ്പോൾ ആൾക്കാർക്ക് ചൂസ് ചെയ്യാം ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ റിക്വയർമെൻറ്റ്. ഇപ്പം ഈ പർട്ടിക്കുലർ കൺസൾട്ടൻറ്റ് വേണോ, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, സമയത്തിന് കൺസൾട്ടൻറ്റ് വേണം, സർവീസസ് ഫാസ്റ്റായിട്ട് വേണം. അപ്പോൾ അങ്ങനെ ഒരു ചോയ്സ് കൊടുക്കുന്ന ഒരു രീതിയാണ് വരുന്നത് ബേസിക്കലി. പക്ഷെ അങ്ങനെ ഒരു നമുക്ക് ഹ്യൂജ് ഒരു കോസ്റ്റ് വേരിയേഷൻസ് അല്ല വരുന്നത്. ഒരു സൈഡ് ഇൻക്രീസ് എല്ലായിടത്തും വരും. ഇപ്പം മൾട്ടിപ്പിൾ ഫാക്ടർ ലൈക്ക് ഇപ്പോൾ കൺസ്യൂമേഴ്സ് റേറ്റ് മാറുന്നു, ബാക്കി പിന്നെ ഓവറോൾ കൺട്രിയുടെ ഒരു ഇൻഫ്ലേഷൻ കൂടുന്നു, അത് റിലേറ്റഡ് കാര്യങ്ങളെ വരുന്നുള്ളൂ അതിനകത്ത്. സാറിൻ്റെ ഹോസ്പിറ്റലിൽ വരുന്നൊരു പേഷ്യൻറ്റ് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടോ ഇൻട്രാക്ട് ചെയ്യാനായിട്ട്? സോ അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്താണ് കിംസിനെ കുറിച്ച്? കിംസ് ഒരു കമ്പാരിറ്റീവ്ലി അതർ ഹോസ്പിറ്റൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ കിംസിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്താണ്? ഞാനും മോസ്റ്റ്ലി ഇവൻ നമ്മൾ CEO ആണെങ്കിലും ഞാൻ നമ്മുടെ എല്ലാ സ്റ്റാഫിനോടും പറയുന്നത്, നമ്മുടെ ആൾക്കാർക്ക് ഓഫീസിൽ ഇരുന്ന് ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. ദേ ഹാവ് ടു കം ഡൗൺ, IP OP ആൾക്കാരായിട്ട് ഇൻറ്ററാക്ട് ചെയ്തെങ്കിലേ നമ്മൾ എക്സാക്ട്ലി ഹോസ്പിറ്റലിൽ വേവ് ലെങ്ത് അറിയത്തുള്ളൂ. സർവീസ് ഫാസ്റ്റായിട്ട് കിട്ടും, വന്ന് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ബാക്കിയെടുത്താണെങ്കിൽ ടോക്കൺ എടുക്കുന്നു, ഒരു 2 hour 3 hour വെയിറ്റിംഗ്. നമ്മുടെ ഇവിടെ ആ ഒരു റിക്വയർമെൻറ്റ് ഇല്ല. അപ്പോയിൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ വാക്ക് ഇൻ ടോക്കൺ വന്നാലും 30-40 മിനിറ്റ്സിൽ കാര്യം കഴിയും. സെക്കൻഡ് ഇസ് അത്രയും ക്രൗഡ് കിംസിലില്ല. ബാക്കിയെടുത്ത് എവറി ഹോസ്പിറ്റൽ അവരുടെ ഒരു പോസിറ്റീവ് പോയിൻറ്റ്സ് ഉള്ളതാണ്. ഇപ്പോൾ കിംസ് അവർ വരുമ്പോൾ നോക്കുമ്പം കുറച്ചുകൂടി ഒരു ക്ലീൻ എൻവയോൺമെൻറ്റ് ആണ്, റൂംസ് കുറച്ചുകൂടി സ്പേഷ്യസ് ആണ്, അപ്പോൾ സർവീസ് കുറച്ച് ഫാസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. തേർഡ് ഇസ് നമ്മുടെ ഇവിടെ ഒരു കമ്പൾസറി എങ്ങനെയാണെങ്കിലും ഡോക്ടേഴ്സ് വിൽ മീറ്റ് യു. ഏത് കൺസൾട്ടൻറ്റ് അണ്ടർ അഡ്മിറ്റായി ആ കൺസൾട്ടൻറ്റ് ആൻഡ് ഹിസ് ജൂനിയേഴ്സ് വിൽ എവറി ഡേ കവർ യു മോർണിംഗ് ആൻഡ് ഈവനിങ്. ആ ഒരു ട്രസ്റ്റ് ഒരു കാര്യങ്ങളുണ്ട് നമുക്കിങ്ങനെ. ആ ഒരു കമ്പൾസറി മാനേജ്മെൻറ്റ് ഒരു റെഗുലേഷൻസ് അങ്ങനെ ദാറ്റ് ഏത് IPO OP വന്നിട്ടുണ്ട് ആ റെസ്പെക്റ്റീവ് കൺസൾട്ടൻറ്റ് കണ്ടിരിക്കണം, മോർണിംഗിലും ഈവനിങ്ങിനും ആ പേഷ്യൻ്റെ റിക്വയർമെൻറ്റ്സ് ക്ലിയർ ചെയ്ത് കൊടുക്കണം തന്നെയാണ്. അപ്പം ഇങ്ങനെ കുറച്ചൊരു ബേസിക് ഫാക്ടേഴ്സ്, ഫാസ്റ്റ് സർവീസ് വരുന്നു, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സെയിം കൺസൾട്ടൻറ്റ് കാണുന്നു, ട്രസ്റ്റ് കൂടുന്നു, അങ്ങനെ കുറച്ച് ഫാക്ടർ കാരണം ദേ പ്രിഫർ ടു കിംസ്. അതുപോലെ ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ഒരു സോഷ്യൽ ചേഞ്ചുകളൊക്കെ റാപ്പിഡ്ലി നമുക്കൊരു നല്ല ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം കിംസിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ് ഇതിലേക്കുള്ള? ഇപ്പോൾ സൊസൈറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ അഗ്രി, നമ്മൾ ഒരു പൊതുവെ കുറേ വർഷങ്ങളായിട്ട് കിംസ് ഹാസ് ബീൻ ഇൻട്രൂ നമുക്കൊരു CSR എന്ന് പറഞ്ഞൊരു പദ്ധതി നമുക്കുണ്ട്, ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ എവറി ഇയർ ഒരു 10 lakhs ഇസ് വാട്ട് വി കോൺട്രിബ്യൂട്ട് ടു കൊല്ലത്തിൽ ഒരു നമ്മുടെ കിംസ് കൊല്ലം. ഇതുപോലെ തിരുവനന്തപുരത്തിനുണ്ട്, കോട്ടയത്തെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇയർ നമ്മുടെ പഞ്ചായത്തിൽ വി ഹാഡ് ഒരു ഹാൻഡിക്യാപ്പ് പിള്ളേർക്ക് വി ഹാഡ് ഗിവൻ ഇലക്ട്രോണിക് വീൽ ചെയർസ് കൊടുത്തായിരുന്നു. അവിടെ പഞ്ചായത്തിൻ്റെ ഒരു സ്കൂളിൻ്റെ ഒരു റിനോവേഷൻ വേണ്ടി വി ഹാഡ് കോൺട്രിബ്യൂട്ടഡ്. എവറി ഇയർ നമ്മൾ ഇതുപോലെ ഒരു പദ്ധതി നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ KSRTC ബസ് സ്റ്റോപ്പിന് കൂടെ നമുക്ക് ദേ ഹാഡ് സം റിനോവേഷൻ വർക്ക്, അതൊക്കെ ചെയ്യും. അപ്പോൾ അതൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതല്ലാതെ തന്നെ നമുക്ക് എല്ലാ മാസം നമ്മൾ ഏതെങ്കിലും ഒരു സ്കൂൾ കവറപ്പ് ചെയ്യുന്നു ഫോർ എ ഹെൽത്ത് ടോക്കും ഒരു ചെക്കപ്പിന് വേണ്ടി. നമ്മുടെ ഡെവലപ്മെൻറ്റൽ പെഡിയാട്രിക്സും പിന്നെ നമ്മുടെ മെൻറ്റൽ സൈക്യാട്രിസ്റ്റും പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും അവർ മെയിൻലി ഇപ്പം ചെയ്യുന്നത് ഒരു 2 മെയിൻ ടോപ്പിക്സ്. വൺ ഇസ് നമ്മൾ നോക്കുമ്പം നമ്മുടെ എല്ലാ വീട്ടിലും ബാക്കി എല്ലാ പിള്ളേർക്കും ഇപ്പോൾ സ്ക്രീൻ അഡിക്ഷൻ ഒത്തിരി കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ആൾക്കാരെ ഒരു മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ ഡെവലപ്മെൻറ്റ് പെഡിയാട്രിക്സ്, നമ്മുടെ സൈക്യാട്രിസ്റ്റ് ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജി എങ്ങനെയും മാസത്തെ ഒരു സ്കൂൾ കവർ ചെയ്തിട്ട് ഈ ഒരു ടീച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുക. ആൾക്കാർക്ക് ബിലോ 10 years വരെ നിങ്ങൾ ഡെഫിനറ്റ്ലി സ്ക്രീൻ അഡിക്ഷൻ ഒന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ ഇല്ലെങ്കിലും ഏറ്റവും നല്ല കാര്യങ്ങളാണ്. അതൊരു വലിയ സപ്പോർട്ടുണ്ട്. സെക്കൻഡ് ഇസ് നമ്മുടെ ഡെവലപ്മെൻറ്റ് പെഡിയാട്രിക്സ് കാര്യമായി ട്രൈ ചെയ്യുന്നത് ഒരു പ്രോബ്ലംസ് ഉള്ള പിള്ളേർ, എസ്പെഷ്യലി ഉള്ള പിള്ളേർക്ക് വെദർ ഇറ്റ് ഇസ് സ്പീച്ചിൻ്റെ ഒരു ഇഷ്യൂ ആണെങ്കിലും അതൊരു നല്ലൊരു കൗൺസിലിംഗ് ആയിട്ട് പോകുന്നു. ദാറ്റ് അതും കൊണ്ട് ലൈഫ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ വാട്ട് എവർ യുവർ ഇൻട്രസ്റ്റ് ആർ ദർ യു ഷുഡ് കണ്ടിന്യൂ, അതിന് സപ്പോർട്ട് നമ്മൾ കൊടുക്കാം. ആ കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സെയിം വേ നമ്മളിപ്പം ഒരു മെയിൻ കാര്യം വിച്ച് വി സോ ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്, കൊല്ലത്തിൻ്റെ നമ്മൾ നോക്കുമ്പം ദ സൂയിസൈഡ് റേറ്റ് ഇസ് വൺ ഓഫ് ദ ഹയസ്റ്റ് ആക്ച്വലി. ഓൾമോസ്റ്റ് നമ്പർ ഇസ് 40-41 suicides per year per 1 lakh population. കൊല്ലത്തിന് അത്രയാണ്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇറ്റ്സ് വൺ ഓഫ് ദ ഹയസ്റ്റ് നമ്പേഴ്സിൽ വരുന്നത്. ഐ തിങ്ക് വൈസാഗ്, ഗോവ കുറച്ച് അവിടെയും ഈ 40 numbers ഉണ്ട്, പിന്നെ കൊല്ലം വരുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ ആയിരുന്നു നമ്മൾ ജസ്റ്റ് നോ ഇപ്പോൾ ഒരു മാരത്തോൺ വി ആർ പാർട്ടിസിപ്പേറ്റിംഗ്. നമ്മളൊരു 5 months മുമ്പേ തുടങ്ങിയ പ്രോഗ്രാം ആയിരുന്നു വിത്ത് ദ സോൾസ് ഓഫ് കൊല്ലത്തിന് കൂടെ. അതിൻ്റെ മെയിൻ മോട്ടോ ഇത് തന്നെയായിരുന്നു, റൈസ്, അലൈൻ, അവേക്ക്. So what we are saying is all that people, at least ഈ 40, നമ്മളിപ്പോൾ നമ്പേഴ്സ് ജസ്റ്റ് നോക്കുവാണെങ്കിൽ when we say 40 number per 1 lakh, ഇപ്പോൾ കൊല്ലം ടൗൺ ഏകദേശം ഒരു 6 ലക്ഷം പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നോക്കുവാണെങ്കിൽ 40 into 6 ചെയ്യുവാണെങ്കിൽ ഓൾമോസ്റ്റ് 240-250 ആയി. ദാറ്റ് മീൻസ് കൊല്ലം ടൗണിൽ തന്നെ ഒരു 250 പേര് കഴിഞ്ഞ വർഷം സൂയിസൈഡ് ചെയ്തു. കൊല്ലം ജില്ല എടുക്കുവാണെങ്കിൽ ഏകദേശം ഒരു 20-25 lakh പോപ്പുലേഷൻ ഉണ്ട്.
ഇപ്പോൾ 40x25 ചെയ്യുവാണെങ്കിൽ ഒരു 1200 സംതിങ് നമ്പേഴ്സ് വന്നു. അപ്പോൾ ദാറ്റ് മീൻസ് കഴിഞ്ഞ വർഷം 1200 1300 സൂയിസൈഡ് നടന്നു ഈ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ. ദാറ്റ്സ് എ ഹ്യൂജ് നമ്പർ. പിന്നെ വൺ മോർ കൺസേൺ വിച്ച് വി സീസ് ഡോക്ടേഴ്സ് ഇപ്പോൾ നമ്മൾ പലരും പറയുന്നത് ഇതിനകത്ത് ഒത്തിരി യങ് പോപ്പുലേഷൻ വന്നിട്ടുണ്ട്. ഇപ്പം 20s 30s 40s നമുക്കേ അറിയാം 30s 40s ഏജ് ഒരു സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫാമിലി തുടങ്ങിയുള്ളൂ. ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മക്കൾ കാണും, പേരൻസ് കാണും. ആ ഒരു സമയത്ത് ഒരാൾ ലൈഫ് എൻഡ് ചെയ്താൽ എത്രത്തോളം എഫക്റ്റ് ആയിപ്പോവും 2 ജനറേഷൻ കുടുംബത്തിന്. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടി ഒന്ന് കൗൺസിലിംഗ് ഇസ് ഗോയിങ് ഓൺ ഓർഗനൈസേഷൻസിലൊക്കെ, പ്ലസ് നമ്മൾ ഈ മാരത്തോൺ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ എല്ലാ യങ്സ്റ്റേഴ്സിനോടും പറയുന്നത് തന്നെയാക്കി ദാറ്റ് സ്ട്രെസ്സൊക്കെ വരും, ഡിഫിക്കൽട്ട് ടൈംസ് വരും, ഇല്ലാതെ ഒരിക്കലും നടക്കത്തില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു വിച്ച് എവർ റിലിജൻ വി ബിലോങ്, എല്ലാ റിലിജൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും യു വിൽ ഹാവ് സം പാർട്ട് ഓഫ് യുവർ ലൈഫ് ഇൻ ടു സ്ട്രെസ് ആൻഡ് ഇഷ്യൂസ്. അതെല്ലാം നമ്മൾ ജീവിക്കാൻ വേണ്ടി തന്നെ. അതും കൊണ്ട് ജസ്റ്റ് ഒരു സ്ട്രെസ്സ് വന്നു അതും കൊണ്ട് വി ആർ റണ്ണിങ് അവേ ഫ്രം ലൈഫ് ഒരു സൊല്യൂഷൻ അല്ല. സോ വാട്ട് വി ടെലിങ് എവറിബഡീസ്, നിങ്ങൾ സ്ട്രെസ് ഇഷ്യൂസ് വരുമ്പം കോൾ സംബഡി ഇമ്മീഡിയറ്റ്ലി. നിങ്ങൾ തന്നെ ഇരിക്കാൻ പാടില്ല. ആ ഒരു എംപ്റ്റി മൈൻഡ് ഇസ് വെർ ദ പ്രോബ്ലം വരുന്നത്. ആരെങ്കിലും വിളിക്കണം, പ്ലസ് ഗെറ്റ് ഇൻ ടു സം ആക്ടിവിറ്റി. അപ്പോൾ ഐദർ വാക്കിംഗ് ഓർ ജോഗിങ് ഇസ് എ വെരി എക്സസൈസ്. നിങ്ങൾ മോർണിംഗ് തുടങ്ങുവാണെങ്കിൽ ഒരു ബ്രേക്ക് ഓഫ് മൈൻഡ് വരും, ഒരു ഫ്രഷ്നെസ് വരും. മോർണിംഗ് ഈവനിങ് വിച്ച് എവർ ടൈം കൺവീനിയൻറ്റ് യു. അപ്പോൾ അതുകൊണ്ട് മാരത്തോൺ ഇപ്പോൾ ഓർഗനൈസ് ചെയ്ത് നമുക്ക് സൺഡേ 12 ജൂലൈ ആയിരുന്നു മെയിൻ മാരത്തോണിൻ്റെ സെഷൻ. അത് 3 കിലോമീറ്റേഴ്സിലുണ്ട്. 5 kilometers, 10 kilometers and 21 kilometers. എല്ലാവരെയും എവറിബഡി ഇൻ കൊല്ലം, എവറിബഡി ഇൻ അതർ ഡിസ്ട്രിക്ട്സ് ആർ വെൽക്കം ടു ഇറ്റ്. നമുക്കൊരു 3000-3500 രജിസ്ട്രേഷൻസ് ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മോട്ടിവേഷനായിട്ട്. സോ ഒന്ന് സ്ക്രീൻ അഡിക്ഷൻ്റെ കാര്യം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നു. ഒന്ന് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആൾക്കാർക്ക് എങ്ങനെ മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റും അതുണ്ടായി. പിന്നെ ഈ സൂയിസൈഡ്സ് കുറയ്ക്കാൻ വേണ്ടി. പിന്നെ MDMA ഇസ് ഓൾസോ വൺ തിങ് വിച്ച് നമ്മളും കാര്യമായിട്ടൊന്ന് കൊട്ടിയം പോലീസിൻ്റെ കൂടെയും പ്ലസ് കൊല്ലം പോലീസ് സ്റ്റേഷൻ്റെ കൂടെ നമുക്ക് കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബിക്കോസ് കാര്യമായിട്ട് കേസസ് ഒത്തിരി കൂടി. നമ്മൾ ഹോസ്പിറ്റൽ നമ്മൾ കാണാറുണ്ട്. ബിക്കോസ് എനിക്കൊന്ന് നമുക്ക് എല്ലാ ആഴ്ചയും നമ്മുടെ എമർജൻസിയിൽ ഒരു 2-3 ആക്സിഡൻറ്റ് കേസ് വരും. അതിൻ്റെ അകത്ത് 2-3 ഒരാളെങ്കിലും ഡെഫിനറ്റ്ലി ഇതേ ഇഷ്യൂവായിരുന്നു. MD എടുത്തു, ബൈക്കോ കാറോ ഓടിക്കുമായിരുന്നു. ഐദർ ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരോ 2-wheeler ഹെൽമെറ്റ് ഇല്ലാത്ത ആൾക്കാരോ വന്ന് ആക്സിഡൻ്റ് ആകും. അപ്പോൾ ഇത് കണ്ട് നമുക്കേ വിഷമം തോന്നും. പിള്ളേർക്ക് ആർക്കും ഒരു കൗൺസിലിംഗ് സൈക്കാട്രിസ്റ്റ് കൊടുത്തപ്പോഴൊന്നും ഒന്നും റീസൺ ഒന്നുമില്ല. ജസ്റ്റ് ദാറ്റ് ഫ്രണ്ട്സിന് കൂടെ ആയിരുന്നു, ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, അവർ പറഞ്ഞു. ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പം ജസ്റ്റ് എക്സാംസ് കഴിഞ്ഞു, ഞാൻ ഫ്രീ ആയിരുന്നു, വരെ ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ സം ഇഷ്യൂ വീട്ടിൽ ഇഷ്യൂ ഉണ്ടായി, പേരൻസ് അതുകൊണ്ട് ഞാൻ ബ്രേക്കിന് വേണ്ടി വെളിയിറങ്ങി. ഇങ്ങനത്തെ എല്ലാം ഒരു സില്ലി റീസൺസ്, ലെയിം എക്സാക്ട്ലി. അപ്പോൾ ജസ്റ്റ് ഒരു കുറച്ച് മണിക്കൂർ തലയൊന്ന് മാറി, മൈൻഡ് ഒന്ന് മാറി, ആൻഡ് ദെൻ ദേ ഗോട്ട് ഇൻ ടു ഇറ്റ്. നമുക്ക് കുറേ ഇടയ്ക്കിടയ്ക്ക് കുറേ അബ്നോർമൽ കേസ് ഈ 10th 12th റിസൾട്ട്സ് കഴിഞ്ഞപ്പോൾ വി ഗോട്ട് ഇൻ ടു ഇറ്റ്. അത് ജസ്റ്റ് ഒരു മോക്ക്, എനിക്ക് തോന്നുന്നു അത് ഫെയിലായെന്ന് പറഞ്ഞ് ആ കുഞ്ഞു കൊച്ച് 17-18 ഇയേഴ്സേ ഉള്ളൂ, 12th എക്സാം കഴിഞ്ഞു, അത് സൂയിസൈഡ് ചെയ്തു. എല്ലാം ഇതുപോലത്തെ ഫാനെ തൂങ്ങാൻ നോക്കി, ശരിയായില്ല, താഴെ വീണു. പിന്നെ അടുത്തൊരാൾ എന്തായിരുന്നു, ഏതോ ഒരു ബൈക്ക് കിട്ടിയില്ലെന്നോ, ഹി വാണ്ടഡ് സ്പ്ലെൻഡർ മേടിച്ചെന്നില്ല അച്ഛൻ, അതും കൊണ്ടൊരു സൂയിസൈഡ് ചെയ്തു. മറ്റൊരാൾക്ക് സെയിം ഒരു ലവ് ഫെയിലിയറായി. അപ്പോൾ ഇങ്ങനത്തെ കേസ് കാണുമ്പം എല്ലാം ഈ ഏജ് 18, 19, 20, 21. അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വി ഓൾസോ ഫീൽ സാഡ്. അപ്പം നമ്മളിപ്പം കുറേ നമ്മളെ ബാങ്ക്സും അസോസിയേഷൻസിൽ നമ്മളിപ്പം പേരൻസിനോട് കൗൺസിലിംഗ് തുടങ്ങിയിട്ടുണ്ട്. വാട്ട് വി ടെൽ ദം ഇസ്, കുറേ പിള്ളേരുടെ മിസ്റ്റേക്ക് ഇസ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഹൗസ്. നമ്മൾ പിള്ളേരെ ഇത്രയും ഒരു ലീനിയൻസി കൊടുക്കാൻ പാടില്ല. ബസ് ഇപ്പം എനിക്ക് ഈ ഏജിൽ ഇപ്പം 50 ആവുന്നു. അപ്പം ഞങ്ങളൊക്കെ പറയുന്നത്, ഞങ്ങളുടെ ചെറുപ്പത്തിൽ സ്കൂളിൽ വല്ലതും പ്രശ്നമായി ടീച്ചറിൻ്റെ അടി കൊടുത്താൽ നമ്മൾ വിഷമത്തോടെ വീട്ടിൽ വരും. വീട്ടിൽ നമ്മുടെ ഫേസ് കണ്ട അമ്മയ്ക്കും അച്ഛനും അറിയാം അടി കിട്ടിയിട്ടുണ്ട്. ചോദിക്കുന്ന മുമ്പ് 2 അടിയും കിട്ടും, നീ പ്രശ്നം ഉണ്ടാക്കിയതായിരിക്കാം. അപ്പം നമ്മൾ ഓക്കെ ആയി, വേറെ ചോദ്യങ്ങളൊന്നുമില്ല, കിട്ടി. അപ്പം നെക്സ്റ്റ് ഡേ ഫ്രഷ് ആയിട്ട് എണീച്ച് സ്കൂളിൽ പോവും, കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പം തിരിച്ചാ, ഇപ്പം ടീച്ചറിന് പിള്ളേർ അടിക്കാൻ പറ്റുന്നില്ല, വഴക്ക് പറഞ്ഞാൽ പിള്ളേർ വന്ന് പേരൻസിനോട് പറയും, പേരൻസ് ടീച്ചറിനെ ചോദിക്കാൻ പോകും. അപ്പോൾ ഇത് ഹോൾ തിങ് ഇസ് ഇൻ ടു എ സ്ട്രെസ്. നേരത്തെ എന്ന് വെച്ചാൽ സ്ട്രെസ് അവിടെ തന്നെ തീർന്നു, യു ആർ ക്ലിയർ, ഓക്കെ എനിക്കിത് മാത്രം ചെയ്യണം, വേറെ ഓപ്ഷൻസ് ഇല്ല, സോ കറക്റ്റായിട്ടും പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുക, തോട്ട്സ് മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പേരൻസും പിള്ളേരോടൊന്ന് കൗൺസിലിംഗ് ചെയ്യണം. ദാറ്റ് ഡെഫിനറ്റ്ലി ലൈഫ് ഇത്ര ഈസി അല്ല. എല്ലാം ചോദിച്ച് കിട്ടുന്നത് പോലും കിട്ടി കൊടുത്ത് വരുമ്പോഴായിരിക്കും അവർ കുറച്ചൊരു ഏജ് 20s 30s വരുമ്പോൾ പിന്നെ കിട്ടാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ആക്ച്വലി. സോ ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ലൈഫ് ഡിഫിക്കൽട്ടാണ്. വേൾഡിൽ ആരും ഇപ്പം പേരൻസ് വീട്ടിൽ നോക്കുന്ന പോലെ പിള്ളേർ വലുതായി കഴിഞ്ഞാൽ വെളിയിൽ ആരും നോക്കാൻ പോകുന്നില്ല. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ലൈഫ്, യു ഹാവ് ടു വർക്ക്. അതിനു വേണ്ടി ഒരു എബിലിറ്റിയും സ്റ്റാമിന വേണം, എന്നാലേ ശരിയാവത്തുള്ളൂ. അപ്പം ഈ കുറേ കാര്യം നമ്മൾ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസൊക്കെ ഉണ്ട്. ഗവൺമെൻറ്റിൽ കിട്ടുന്ന ഒരു ഇത് താമസം അതൊക്കെ ഉണ്ട്. കുറച്ചുകൂടി പെട്ടെന്ന് സഡൻ സർവീസിനൊക്കെയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസൊക്കെ വരുന്നുണ്ട്.
ബട്ട് നമ്മളിപ്പോൾ കുറച്ചൊക്കെ കണ്ടുവരുന്നത് എല്ലാ ഹോസ്പിറ്റലും ചില ഹോസ്പിറ്റൽസൊക്കെ അതൊരു ബിസിനസ്സായിട്ട് തന്നെ ഒരു അതിനകത്തൊരു സർവീസ് ഇല്ല. പണ്ട് സർവീസിന് വേണ്ടി ഇറങ്ങുന്നത് പിന്നെ ഫുള്ളി ഇപ്പോൾ ബിസിനസ് തന്നെയാണ്. ഓഫ് കോഴ്സ് തുടങ്ങുന്നത് ബിസിനസ്സിന് തന്നെയാണ്, അല്ലാതെ വെറുതെ ചാരിറ്റിക്കല്ല. ബട്ട് കുറച്ച് ബിസിനസ്സിന് തന്നെയാണ്. പക്ഷേ ഇത് ഫുൾ ടൈം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രൈവറ്റിലെ ഒരു മെഡിക്കൽ സെക്ഷൻ ഒരു ബിസിനസ്സിലേക്ക് ഒരു പോയിന്റ് വരുന്നുണ്ടെന്നൊരു ഇതുണ്ട്. അപ്പോൾ എപ്പാർട്ട് ഫ്രം ദാറ്റ് അങ്ങനെ അത് മാറുമ്പോൾ കിംസ് എന്തൊക്കെ രീതിയിലാണ് അതല്ല എന്ന് തെളിയിക്കുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നത്? നമ്മുടെ മാനേജ്മെൻറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ഡെഫിനറ്റ്ലി ഇതൊരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ, നോ ഡൗട്ട്. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെഫിനറ്റ്ലി എല്ലാവർക്കും നോക്കണം. പക്ഷേ എങ്ങനെ നോക്കിയാലും മാനേജ്മെൻറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ഹ്യൂമൻ ലൈഫ്, ഒരു ജീവിതം കഴിഞ്ഞിട്ടേ ഉള്ളൂ പ്രോഫിറ്റ് ലോസ്. ഒരിക്കലും ഒരു ലൈഫിൻ്റെ മേളിൽ ഈ പ്രോഫിറ്റിൻ്റെ കാര്യം ഒരിക്കലും പറയുന്നില്ല. സോ കിംസ് ഈസ് വെരി ക്ലിയർ ദാറ്റ് വരുന്ന എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നാണ്. അത് എഫോർഡബിലിറ്റി ഉണ്ടോ അതില്ലയോ അത് പിന്നെ വരത്തുള്ളൂ. നമ്മൾ എമർജൻസി വന്ന ഏത് പേഷ്യൻ്റ് ആണെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഹാസ് ടു ബി ഗിവൻ, വാട്ട് എവർ ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ആ ഒരു സമയത്ത് പേഷ്യൻറ്റിനോട് കൗൺസിലിങ്ങോ അഡ്വാൻസിന് ക്യാഷോ അങ്ങനെ ഒന്നും ചോദിക്കാറില്ല. പേഷ്യൻറ്റ് ഷുഡ് ബി സ്റ്റേബിളായി കഴിഞ്ഞിട്ട് ദെൻ വി കൺവേ ടു ദം ദാറ്റ് ഇത്ര കോസ്റ്റ് വരാനുണ്ട്, പോസിബിലിറ്റി ഇത്ര ഒക്കെ പറ്റുമോ ഇല്ലെന്നാണ്. ബട്ട് ദാറ്റ് ഈസ് വാട്ട് കിംസ് ഇസ് വെരി ക്ലിയർ. ലൈഫ് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ ഈ പ്രോഫിറ്റ് കാര്യം പറയേണ്ട കാര്യങ്ങൾ. സോ നമ്മുടെ എല്ലാ ഹോസ്പിറ്റലും ആ ഒരു പാക്ട് ഇസ് വെരി ക്ലിയർ ദാറ്റ് വരുന്ന ഏത് വാക്ക് ഇൻ പേഷ്യൻ്റ് വരുന്നു അത് വി വിൽ നെവർ ആസ്ക് എനിബഡി പുള്ളി വന്ന സൈക്കിളായിരുന്നോ ബസ്സായിരുന്നോ നടന്നു വന്നോ കാറായിരുന്നോ, നോ സച്ച് ക്വസ്റ്റ്യൻസ്. പേഷ്യൻറ്റ് വന്നു വിഷമമായിരുന്നു, സോ ട്രീറ്റ്മെൻറ്റ് ഹാസ് ടു ബി ഗിവൻ. പിന്നെ ഓഫ് കോഴ്സ് വലിയ സർജറി പ്രൊസീജർ ആണെങ്കിൽ വിൽ കൺവേ ടു ദം, പറ്റുമോ പറ്റത്തില്ലോ. പിന്നെ നമുക്കൊരു CSR പറഞ്ഞ പോലെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, എവിടെയൊക്കെ ഒക്കും ദർ ഇസ് എ CSR ആക്ടിവിറ്റി ഗിവൻ. ഹെഡ് ഓഫീസിൽ ഒരു ചെയർമാൻ്റെ ഒരു ട്രസ്റ്റ് ഫണ്ടുണ്ട്, അതും സെപ്പറേറ്റ്ലി സഫേർഡ് കൊടുക്കും. പക്ഷേ ഇതൊക്കെ ഒരു BPL കാർഡും എഫോർഡബിലിറ്റി ഉള്ള ആൾക്കാർക്ക് നമുക്ക് അതിൻ്റെ അകത്തൊരു വെരിഫിക്കേഷൻ ഉണ്ട്. നമുക്കിപ്പോൾ അല്ലാതെ എഫേർഡിങ് ആൾക്കാർക്ക് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് കാര്യമില്ല, കറക്റ്റ് അങ്ങനെ സർവീസ് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ മെയിൻ മോട്ടോ ഇത് തന്നെയാണ്, വരുന്ന എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരിക്കണം. ആരും ഇവിടുന്ന് തിരിച്ചു പോകാൻ പാടില്ല ദാറ്റ് അവിടെ വന്നു എന്നോട് 100 രൂപ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കൊടുത്തില്ല, അങ്ങനെ ഒരു ഇഷ്യൂ വരില്ല. സോ ദാറ്റ് ഇസ് ആ കാര്യത്തിൽ കിംസ് ക്ലിയർ ആണ്, വെരി ക്ലിയർ. അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ ഒരു കാര്യം, ഇൻഷുറൻസ് പോളിസീസ് ഒരു സാധാരണക്കാരെടുക്കുന്നത് എമർജൻസി ആവശ്യത്തിന് ഉപയോഗിക്കാനാണ്. ചില കേസിലൊക്കെ വരുമ്പോൾ റിജക്റ്റായി പോകുന്നുണ്ട്. സോ അവരുടെ കയ്യിൽ അത്രയും അഫോർഡബിൾ മണിയൊന്നും കാണുന്നില്ല. സോ പിന്നെ ബില്ല് വരുമ്പോൾ അവർ ഓടുകയാണ്, പിന്നെ വളരെ കോണ്ടാക്ട് ചെയ്യുന്നു. സോ അങ്ങനെ വരുന്ന കേസസ് ഒക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതൊരു ഐ അഗ്രി. ഇപ്പം നമ്മൾ ചോദിച്ച പോലെ ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നമ്മുടെ ഡിസ്ചാർജിനകത്തും എങ്ങനെയും നോക്കുവാണെങ്കിൽ 2-3 കേസ് ഇതുപോലെ വരും, റിജക്ഷൻ ആയിപ്പോയി. നമ്മൾ മാക്സിമം സപ്പോർട്ട് ആ സമയം ചെയ്യാൻ പറ്റുന്നത് ആ ഇൻഷുറൻസ് കമ്പനി ഏജൻസിനെ ഓഫീസേഴ്സിനെ വിളിക്കും. വി കൺവേ ടു ദം ദാറ്റ് വെദർ നമ്മുടെ സൈഡിൽ നിന്ന് ഡോക്യുമെൻറ്റേഷൻ വലിയ ഇഷ്യൂ ഉണ്ടായതായിരുന്നോ, വല്ലതും റെക്കോർഡ് ക്ലിയർ ആയില്ല, അതും കൊണ്ട് വല്ല ആണെന്നോ. അപ്പോൾ അതുപോലെ എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. സപ്പോസ് ഇൻഷുറൻസ് ഓഫീസേഴ്സ് ഓക്കെ ഇനി ഒരു അഡീഷണൽ ലാബ് റിപ്പോർട്ട് കിട്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ മേ ബി സം അതർ എക്സ്ട്രാ അഡ്മിഷൻസ് ചെയ്യുവാണെങ്കിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡോക്ടർ നോട്ട്സ് വാസ് നോട്ട് വെരി ക്ലിയർ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതും ചെയ്ത് കൊടുക്കാറുണ്ട്. ബട്ട് സപ്പോസ് ദേ സേ പോളിസി കാരണം അവരാവുന്നില്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ വി ആർ നോട്ട് ഏബിൾ ടു സപ്പോർട്ട്. അപ്പോൾ ആ കേസിൽ ദെൻ വി കൺവേ ടു ദ പേഷ്യൻറ്റ്. ഓക്കെ, നിങ്ങൾക്കിപ്പം വി ഗിവ് ദം എ ടൈം. നമ്മുടെ ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസാണ്, എസ്പെഷ്യലി ഈവനിങ് ഒരു 6 മണി കഴിഞ്ഞാൽ ഇതുപോലെ കേസസ് വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് എഫോർഡബിലിറ്റി പറ്റുന്നില്ലെങ്കിൽ ദെൻ ഗീവ് ദം എ ഓവർനൈറ്റ് സ്റ്റേ ഫ്രീ. നമ്മുടെ ഇവിടെ 6 മണി കഴിഞ്ഞാൽ ഏത് ഫാമിലി ആണെങ്കിൽ ഓവർനൈറ്റ് അവർക്ക് ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്യാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് ക്യാഷ് അറേഞ്ച് ചെയ്തിട്ട് പോയാൽ മതി. വി ഡോണ്ട് ചാർജ് എനിത്തിങ് ഫോർ ദാറ്റ് ഡേ. നമുക്ക് അതിൻ്റെ അകത്തും ഡിസ്കൗണ്ട് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുമുണ്ട്. നമുക്ക് ഈ ഒരു സപ്പോർട്ട് മാക്സിമം ഫസ്റ്റ് സപ്പോർട്ട് നമ്മൾ ഇൻഷുറൻസ് കമ്പനി ഡിസ്കസ് ചെയ്യും, എന്തെങ്കിലും നമ്മുടെ കുറവുണ്ടോ ചെയ്യാൻ പറ്റുമോ. നമുക്കൊരു നല്ലൊരു ടീമുണ്ട് അവിടെ ഇൻഷുറൻസിൻ്റെ, ദേ ഡു ദീസ് തിങ്സ് ആണോ. പക്ഷേ അതിപ്പം ഇതുപോലത്തെ ജെന്യുവിൻ കണ്ടീഷൻ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ വി ഗിവ് ദം എ ടൈം. ബിക്കോസ് അവർ ഓൾറെഡി ഇത്രയും ഒരു മെൻ്റലി ഡിസ്റ്റർബ്ഡ് സൈഡിൽ ഇരിക്കുന്നത്, ഓൾറെഡി പനിയും ചുമയും പ്രശ്നങ്ങളൊക്കെ ആയി ഇത്രയും ആയ സ്ഥിതിക്ക്. അപ്പോൾ വി ടെൽ ദം ഓവർനൈറ്റ് യു സ്റ്റേ ഫ്രീ, നോ പ്രോബ്ലം. F&B ഫുഡിൻ്റെ റേറ്റ് ഇല്ല, സ്റ്റാമ്പ്സിൻ്റെ റേറ്റ് ഇല്ല, ഡോക്ടേഴ്സ് വിൽ ടേക്ക് കെയർ എവറിത്തിങ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് ആരാംസ് പോയാൽ മതി. അപ്പം സാർ ഒരു 20 ഇയേഴ്സ് കിംസിലുണ്ട്, മെഡിക്കൽ സെക്ടറിൽ തന്നെ ഉണ്ട്. സാറിന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു നല്ല സക്സസ് സ്റ്റോറി, സാറിൻ്റെ ഒരു മനസ്സ് നിറഞ്ഞ് എനിക്കിത് ചെയ്യാൻ പറ്റി, സോ അത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി, ഒരു ഇൻസിഡൻറ്റ് നറേറ്റ് ചെയ്യാമോ? നമ്മൾ ആക്ച്വലി അത് എൻ്റെ ഓർമ്മയിൽ സൗദി വെച്ചായിരുന്നു. നമ്മുടെ ഒരു സെൻറ്റർ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റ് ഇയർ ആ സമയത്തായിരുന്നു. ആക്ച്വലി ഒരു ഫുൾ ഫാമിലി ആയിരുന്നു. ഇറ്റ് വാസ് എനിക്ക് തോന്നുന്നു ഒരു കാർ ആക്സിഡൻ്റ് ആയിരുന്നു. ഇറ്റ് വാസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, 2 ഫാമിലീസിൻ്റെ ആയിരുന്നു. ഒരു സീവിയർ ആക്സിഡൻ്റ് ആയിരുന്നു. അതിൻ്റെ അകത്ത്
ഒരു ഇന്ത്യൻ ഫാമിലി, എനിക്ക് തോന്നുന്നു അമ്മയും 2 കുഞ്ഞുങ്ങളും കാര്യമായിട്ടൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പുറത്ത് പാകിസ്ഥാനിലെയും സെയിം വേ, എനിക്ക് തോന്നുന്നു അവിടെയും ഹസ്ബൻഡും ഡ്രൈവറായിരുന്നു, പുള്ളിയും കാര്യമായിട്ട് ഇഞ്ചുറായി. പുള്ളിയുടെ ഒരു മോളുണ്ടായിരുന്നു കാര്യമായി ഇഞ്ചുറായി. ആ ഫുൾ ഫാമിലി ഹോസ്പിറ്റലിൽ എത്തിയായിരുന്നു. നമ്മുടെ ഹോസ്പിറ്റൽ തുടങ്ങിയുള്ളായിരുന്നു, ഫുൾ സർജറി സ്പെഷ്യാലിറ്റി നമുക്ക് അവിടെ അവൈലബിലിറ്റി ഇല്ലായിരുന്നു. അപ്പം ഇറ്റ് വാസ് ലേറ്റ് നൈറ്റ്, എനിക്ക് തോന്നുന്നു 11 o'clock 12 o'clock മിഡ് നൈറ്റിൽ എത്തിയത്. പിന്നെ സൗദിയുടെ ആക്സിഡൻറ്റ് വെച്ചാൽ ഒരു സീവിയർ ആക്സിഡൻറ്റ്, ബിക്കോസ് കാറൊക്കെ ഓടുന്ന അവർ 120, 140 km/h ഓടുന്ന സ്പീഡിൽ. അപ്പം നല്ലൊരു സീവിയറായി. അപ്പം നമ്മൾ ആ ഫുൾ നൈറ്റ് നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാവരും ആ ഫുൾ ഫാമിലിനെ എടുത്തുകൊണ്ട് വേറെ ഹോസ്പിറ്റലിൽ പോയി. വി ഹാഡ് ടു റൺ ബിറ്റ്വീൻ 2 hospitals ടു ഗെറ്റ് ദ ട്രീറ്റ്മെൻറ്റ്, ബിക്കോസ് പെട്ടെന്ന് അവരും ഫസ്റ്റ് ഓഫ് ഓൾ ബിക്കോസ് എക്സ്പാറ്റ്സാണ്, കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊരു 3rd hospital എത്തി. ദാറ്റ് വാസ് ഏർലി മോർണിംഗ്, ഒരു 4 മണി 5 മണിയായി ബൈ ദ ടൈം വി റീച്ച് അനദർ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 ദിവസം എടുത്തു ഫോർ സർജറീസ് എവറി ടു ബി ഓവർ. അവരുടെ ആ സമയത്ത് അവർക്ക് 2 പേർക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എഫോർഡബിലിറ്റി ഇല്ലായിരുന്നു. അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അഡ്വാൻസ് കൊടുത്തിട്ട് വെച്ചു. എനിക്ക് തോന്നുന്നു ഒരു 1 week എടുത്തു ഫോർ ബോത്ത് ദി ഫാമിലീസ് ടു ഗെറ്റ് ഓക്കെ. പക്ഷേ ഒരു കുഞ്ഞ് കാര്യമായിട്ട് എഫക്റ്റ് ആയി. എനിക്ക് ഒരു കൊച്ചിനെ കൈ മുറിക്കേണ്ടി വന്നു. ഓൾ ദാറ്റ് ഹാപ്പൻ. ബട്ട് ഓവറോൾ ഒരു 10 days 12 days ആയപ്പോൾ 2 ഫാമിലിയും ഏകദേശം ഒന്ന് ശരിയായി ഡിസ്ചാർജ് ആയി വന്നു. പിന്നെ ഒരു 2 മാസം എടുത്തു ഫോർ us ടു പേ ബാക്ക് ടു ദം. അത് ഐ ഫീൽ ഒരു സാറ്റിസ്ഫൈഡ്, ഒരു മീൻസ് 2 ഫാമിലി 2 ജനറേഷൻസ് ആയിരുന്നു, ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സന്തോഷം എപ്പോഴും ഉണ്ട്. പിന്നെ ഒരു കാര്യം, ഒത്തിരി പേർക്ക് ജോലി കൊടുക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. നമ്മുടെ ഇപ്പോൾ ഇതിനകത്ത് നോക്കുമ്പം ഇപ്പം കിംസ് ഓവറോൾ നോക്കും, നമുക്കൊരു 3500 4500 എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി കാൻഡിഡേറ്റ്സ്, ഒത്തിരി പാരാമെഡിക്കൽസ് എസ്പെഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ ലാബ് അസിസ്റ്റൻസോ, എക്സ്റേ ടെക്നീഷ്യൻസായി, PCA ആയി, GDAs ആയി, സെക്യൂരിറ്റീസ് ആയി, ഒത്തിരി പേർക്ക് ഒരു ജോലി കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ബിക്കോസ് ഒരു ഫുൾ ഫാമിലിക്ക് ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. സോ കമ്പനി വലുതായി വരുമ്പം നമ്മുടെ സ്റ്റാഫ് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്കതൊരു സന്തോഷമാണ്, ഇത്രയും ആൾക്കാർക്ക് ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ബോത്ത് ഇൻ ടേംസ് ഓഫ് ഇതുപോലെ ഒരു മെഡിക്കൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ സെക്കൻഡ് ഹാഫ് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് 2 വലിയ കാര്യം. പിന്നെ റീസെൻറ്റ് എനിക്കൊന്ന് കഴിഞ്ഞ മാസമായിരുന്നു ഒരു സൂയിസൈഡ് കേസ് വന്നായിരുന്നു ഇതുപോലെ. സംതിങ് ലൈക്ക് ലവ് ഫെയറിൻ്റെ ഒരു കേസായിരുന്നു. 2 ബോയ്സ് ആയിരുന്നു. ബോത്ത് ഓഫ് ദം ഹാഡ് എ സൂയിസൈഡ്. ഡിഫറെൻറ്റ് കേസ്. ഒരാൾക്ക് ലവ് ഫെയറിലും മറ്റേ ഫ്രണ്ട്സ് ആയിരുന്നു, മറ്റേ ആൾ ബൈക്കിൻ്റെ ഏതോ ഇഷ്യൂ ഉണ്ടായിരുന്നു. 2 പേര് വന്നു. അപ്പോൾ 2 പേരും ICU കിടക്കുമായിരുന്നു. അപ്പോൾ 2 പേരുടെയും പേരൻസ് വരുന്നു. അമ്മമാരെന്ന് ഓഫ് കോഴ്സ് കരച്ചില്ല, ബിക്കോസ് 18 years 19 years പിള്ളേർ ആക്സിഡൻ്റായി സൂയിസൈഡ് ട്രൈ ചെയ്യുന്നു. ഒരാൾ പാരസ്റ്റമോളിൻ്റെ ഒരു ബോട്ടിൽ ഫുൾ കഴിച്ചു, എനിക്ക് 10-12 ടാബ്ലറ്റ്സ് കഴിച്ചു. മറ്റേ ആൾ ഫാനെ തൂങ്ങാൻ നോക്കി. അങ്ങനത്തെ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ 2 അമ്മമാരും കിടന്ന് ഒത്തിരി കരച്ചിൽ ബഹളമായിരുന്നു. മീൻസ് ഓഫ് കോഴ്സ് ദേ ഹാവ് ടു ബി ഡിസ്റ്റർബ് ആയി ഇപ്പോൾ ഫാമിലി ആക്ച്വലി. അപ്പം ICU കിടന്ന ആ സമയത്ത് 2 പേരോട് കുറേ ഞങ്ങൾ സംസാരിച്ചു. ഞാൻ പേഴ്സണലി ഇൻവോൾവ് ആയിരുന്നു അതിൻ്റെ അകത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ബുദ്ധിമുട്ട് കണ്ടപ്പോഴാണ് 2 പിള്ളേർക്ക് ഒരു പേടി വന്നത്. മീൻസ് അവൻ 2 പേരും വെന്റിലേറ്റർ ആയിരുന്നു, എനിക്ക് തോന്നുന്നു ഒരു 4 to 5 hours. പിന്നെ അപ്പുറത്തെ ബെഡിലായിരുന്നു. സോ വാട്ട് വി ഡിഡ് ഇസ് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടീഷൻ ഒന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ ആ പേടി മനസ്സിലാൻ തുടങ്ങിയത്, ഓക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് വെന്റിലേറ്റർ, ഇത്ര വേദന ഉണ്ട് കാഴ്ചയുള്ള. അപ്പോൾ നമ്മളെ ഫാമിലിയായിട്ട് കുറേ നേരം സംസാരിച്ചു. ദെൻ വി കോൾഡ് അപ്പ് അവരുടെ ആ ഫെയിലിയറായ കാര്യങ്ങളൊക്കെ വിളിച്ചു. നമ്മുടെ കൂടെ ഒരു 8 to 9 days ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫാമിലി, അവരുടെ പേരൻസ്, അവരുടെ കസിൻസ് എല്ലാവരും വന്നു. വി ഗോട്ട് ഇൻവോൾവ് ഇൻ ദാറ്റ് വേ. പിന്നെ സെയിം ഇന്നൊരു കേസ് ഉണ്ടായിരുന്നു. നമുക്ക് അച്ഛൻ വാസ് CA പ്രോസ്ട്രേറ്റ് ആയിരുന്നു, ഡയഗ്നോസ് ആയി. പുള്ളിയുടെ മോൻ്റെ കല്യാണമായിരുന്നു. ഇറ്റ് വാസ് സപ്പോസ് ടു ബി ആഫ്റ്റർ 2 weeks. അപ്പം ഹി വാസ് നോട്ട് ഷുവർ ലൈഫ് കാണുമോ ഇല്ലയോ എന്ന് ആക്ച്വലി. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ കല്യാണം അറേഞ്ച് ചെയ്ത് കൊടുത്തായിരുന്നു, എൻഗേജ്മെൻറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പം വി ഹാഡ് എ സ്മോൾ സെറമണി ഇൻസൈഡ് ദ റൂമിൻ്റെ അകത്ത് തന്നെ. പുള്ളി ICU വി ടുക്ക് ഹിം ടു ദ റൂം. അവിടെ കൊണ്ടുപോയിട്ട് പുള്ളിയുടെ മോൻ്റെ വുഡ് ബീനെ വിളിച്ചു. വുഡ് ബീയുടെ ഫാമിലീസും വന്നു. ഒരു 10-12 പേരും ചേർന്നോട്ട് ചെറുതായിട്ടൊരു ചെറിയ ഫംഗ്ഷനായിട്ട് ഹോസ്പിറ്റൽ ചെയ്ത് കൊടുത്തു. ബട്ട് ഫോർച്ചുനേറ്റ്ലി ദ ഫാദർ സർവൈവ്ഡ് ഓൾസോ. പുള്ളി അത് കഴിഞ്ഞിട്ടും ഇതുവരെ എനിക്കൊന്ന് ഇപ്പോൾ 6 മാസമായി ഹി സ്റ്റിൽ ഹാപ്പി ഹെൽത്തി ഗോയിങ് ഓൺ ആക്ച്വലി. അങ്ങനെ കൊച്ചു കാര്യം നോക്കുമ്പം വി ഫീൽ ലിറ്റിൽ സാറ്റിസ്ഫൈഡ്. ഒരു സന്തോഷം കൊടുക്കാൻ പറ്റിയെന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. അതുപോലെ ഇനി വരുന്ന ഒരു 5 വർഷത്തിന് ശേഷം ഒരു സൊസൈറ്റിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സോഷ്യൽ ചേഞ്ച്, സാമൂഹ്യ മാറ്റം എന്താണ് സാർ ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നതോ, നമ്മളെപ്പോഴും സൊസൈറ്റി നന്നായി വരണം എന്നാണ്. ബിക്കോസ് എൻ്റെ ഫാദർ എയർഫോഴ്സിലായിരുന്നു. സോ ഞാൻ അത്രയും വർഷം എൻ്റെ അപ്ബ്രിങ്ങിങ് എല്ലാം ഞാൻ കണ്ടത് കേന്ദ്ര വിദ്യാലയം, എയർഫോഴ്സ് സ്റ്റേഷനും ഇന്ത്യൻ എയർഫോഴ്സും എല്ലാമായിട്ട്. അപ്പോൾ എല്ലായിടത്തും ആ ഒരു ബിലീഫ് ഇസ് കൺട്രി ഫസ്റ്റ്, യു നെക്സ്റ്റ്, അങ്ങനെ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ വന്ന ഈ ഹോസ്പിറ്റൽ ഫീൽഡിലോട്ടും. അപ്പം എൻഡ് ഓഫ് ദി ഡേ നമ്മളെപ്പോഴും കാണുന്നത് ആക്ച്വലി ഇപ്പം നടക്കുന്ന ഒരു മൈഗ്രേഷൻ ഒന്ന് സ്റ്റോപ്പ് ആകണം. ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പം എനിക്കൊന്നും ഞങ്ങളുടെ പത്തനംതിട്ട,
കോട്ടയം, തിരുവല്ല, ആ ഒരു 4-5 ഡിസ്ട്രിക്ട് നോക്കുവാണെങ്കിൽ എൽഡേഴ്സേ ഉള്ളൂ. എല്ലാ വീട്ടിലും ഒരു 60, 65, 70+ ആൾക്കാരേ ഉള്ളൂ. യങ്സ്റ്റേഴ്സ് ആരുമില്ല. മോസ്റ്റ് ഓഫ് കടകൾ പോലെ ഇതുപോലെ ഉള്ളൂ, ആൾക്കാരൊന്നും കാണുന്നില്ല. ഇപ്പോൾ കേരള ഓൾ ഓവർ ആ ഒരു ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പേഴ്സണലി കണ്ട ഈ കാര്യങ്ങളാണ്. ബേസിക്കലി യങ്സ്റ്റേഴ്സ് എല്ലാം ഒരു മൈഗ്രേഷന് പുറയിലും വന്നുകൊണ്ടിരിക്കുക. പ്ലസ് മൈഗ്രേഷൻ കൂടെ തന്നെ ഒരു ഇഷ്യൂ ഇസ് യങ്സ്റ്റേഴ്സ് മെൻ്റലി ഒത്തിരി വീക്കാണ്. ആർക്കും ഒരു സൈക്കോളജിക്കലി ഒരു ടഫ് ജോബ് ചെയ്യണം എന്നില്ല. എല്ലാവർക്കും ഒരു വൈറ്റ് കോളർ ജോലി മതി, എവിടെയെങ്കിലും ഓഫീസിൽ പോയി ഇരിക്കണം. അപ്പോൾ ആ ഒരു തോട്ട് വരുന്നതും പിന്നെ അത് വെച്ചുകൊണ്ട് മൈഗ്രേഷൻ ചെയ്യുന്നു. പക്ഷേ മൈഗ്രേഷൻ ചെയ്തിട്ട് അവിടെ പോയിട്ട് ചെയ്യുന്ന ജോലി സെയിം ബ്ലൂ കോളർ ജോലിയാണ്. അത് ഗൾഫിലായാലും ശരി, UK കാനഡ ആയാലും. സോ എല്ലാവർക്കും നാട്ടിൽ പഠിക്കുമ്പോഴും റൈറ്റ് ഫ്രം 9th 10th 11th 12th ഗ്രാജുവേഷൻ PG ചെയ്യുമ്പോഴൊക്കെ എല്ലാവർക്കും വൈറ്റ് കോളർ ജോലി ഓർത്തിരിക്കും. ഒന്നും കിട്ടുന്ന ദേ ആർ ഫ്രസ്ട്രേറ്റഡ്, ഇത് പറ്റുന്നില്ല, പിന്നെ മൈഗ്രേഷൻ ചെയ്യുന്നു. പിന്നെ ഓസ്ട്രേലിയ, UK എവിടെയെങ്കിലും പോയിട്ട് ദേ ആർ ഡൂയിങ് എ ബ്ലൂ കോളർ ജോബ്, ആ കൂലി പണി ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ ദേ ഡോണ്ട് വോണ്ട് ടു കം ബാക്ക്. ഈ ഒരു മെൻറ്റാലിറ്റി കൂടിക്കൊണ്ടിരിക്കുക. സോ ഞാൻ ഓർക്കുന്നത് പ്ലീസ് ഈ മെൻറ്റാലിറ്റി ഒന്ന് മാറണം. നമ്മളെല്ലാം പണ്ടത്തെ ഒരു ജോയിൻറ്റ് ഫാമിലിയുടെ സിസ്റ്റം വരുമ്പോൾ ഏറ്റവും നല്ലതാണ്. ഇന്ന് നാട്ടിൽ അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്. ആക്ച്വലി നോക്കുവാണെങ്കിൽ കേരള ഞാൻ പറഞ്ഞ ഒരു 10 സ്റ്റേറ്റ്സ് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു ബെസ്റ്റ് നോക്കുവാണെങ്കിൽ ഇപ്പോഴും കേരള ഈസ് വൺ ഓഫ് ദ റിയലി ഗുഡ് സ്റ്റേറ്റ്സ് നമുക്ക് പറയാം. വൺ ഇസ് ഇൻ ടേംസ് ഓഫ് നമ്മുടെ ഒരു കൾച്ചർ ആണെങ്കിൽ, ബിക്കോസ് കേരളം മാത്രമേ ഉള്ളൂ ഈ ഒരു ഔട്ട് ഓഫ് ഇന്ത്യ എല്ലാ റിലീജിയൻ ഇപ്പോഴും ഒരുമിച്ച് താമസിക്കുന്നത്. വലിയ ഇഷ്യൂ നമുക്കില്ല. റീസെൻറ്റ് കുറച്ച് അവിടെ ഇഷ്യൂ വന്നെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യൻസോ ഏത് റിലീജിയൻ ആയാലും ശരി, ആൾക്കാർ ദേ ഡോണ്ട് ബോദർ. ഒരു വലിയ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ ഇവിടെ ഷാജി ഓർ ഷിബു ഈ പറയുന്ന പേര്, ഫസ്റ്റ് പേര് പറഞ്ഞാൽ യു കനോട്ട് സേ അവൻ ഹിന്ദു ആയിരിക്കുമോ മുസ്ലിം ആണെന്നോ ക്രിസ്ത്യൻ ആണെന്നോ, എല്ലായിടത്തും ഉണ്ട്. ഈ ഒരു എക്സാമ്പിൾ വരെ എവിടെയും കാണത്തില്ല. വേറെ എല്ലാ സ്റ്റേറ്റിലും ഹിന്ദു ആണെങ്കിൽ ഹിന്ദുവിൻ്റെ പേരായിരിക്കാം, ക്രിസ്ത്യൻ്റെ പേരായിരിക്കും, മുസ്ലിം പേരായിരിക്കാം. കേരളം മാത്രമേ ഉള്ളൂ ഇത്രയും കൾച്ചറലി ഒരു മിക്സായ ഒരു ഇറ്റ്സ് എ കംഫർട്ടബിൾ സ്റ്റേറ്റ്. ഇവിടെ ആരും നോബഡി ഈസ് ബോതേർഡ്. നിങ്ങൾ പൊറോട്ടയുടെ കൂടെ എന്തോ കഴിക്കുന്നു, നോബഡി ഈസ് ബോതേർഡ്. ഇറ്റ്സ് വെരി കോമൺ. ബീഫ് എന്തോ ആണെങ്കിൽ ആൾക്കാർ ഇരിക്കുന്നു, ഒരുമിച്ച് കഴിക്കുന്നു, ഗോയിങ് ഓൺ. അപ്പം നല്ലൊരു കൾച്ചർ നമുക്കുണ്ട്. സെക്കൻഡ് ഈസ് നമ്മുടെ ഇവിടെ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു വില്ലേജ് ഒരു കോൺസെപ്റ്റ് ഇല്ല. പീപ്പിൾ ആർ മച്ച് മോർ ഒരു കമ്പൈൻഡ് ഒരു സ്പ്രെഡ് ഉണ്ട്. അത് ഹെൽത്ത് കെയർ ആയാലും എഡ്യൂക്കേഷൻ ആയാലും എല്ലാ നാട്ടിലും എല്ലാ വീട്ടിലും ലൈറ്റ്സ് ഉണ്ട്, കറണ്ട് ഉണ്ട്, കുടിക്കുന്ന വെള്ളമുണ്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇതൊക്കെ കേരളത്തിൽ ഫുള്ളായിട്ടുണ്ട്. അപ്പം നമ്മളും നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാവരും ഒന്ന് നിൽക്കാൻ പറ്റുവാണെങ്കിൽ, കേരളം ഡെവലപ്പ് ചെയ്തെടുക്കുവാണെങ്കിൽ ഇറ്റ് ബിക്കംസ് റിയലി ഗുഡ്. അപ്പം ഞാൻ ഓർക്കുന്നത് ഈ മൈഗ്രേഷൻ ഒന്ന് കുറച്ചിട്ട് മാക്സിമം ആൾക്കാർക്ക് ജോലി ഇവിടെ തന്നെ കിട്ടാൻ പറ്റുവാണെങ്കിൽ, ആൾക്കാർ ഇവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ, വിത്ത് ദ ഫാമിലി എൽഡേഴ്സിനെ കൂടെ വെക്കുവാണെങ്കിൽ മച്ച് ബെറ്റർ സിറ്റി ആയിട്ട് വരും, സ്റ്റേറ്റും നല്ലതായിട്ടൊന്ന് വരും. സാർ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു റീസെൻ്റായിട്ട് വന്നൊരു ജോക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഗൾഫിൽ ചെന്ന് ചോദിച്ചപ്പോൾ മലയാളിയോട് പറയാം നാട്ടിൽ ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഗൾഫിൽ വന്നതെന്ന്. പക്ഷെ നാട്ടിലെ ബംഗാളിയോട് ചോദിച്ചപ്പോഴത്തേക്ക് ജോലി തിരക്ക് കാരണം നാട്ടിൽ പോകാൻ പറ്റുന്നില്ല എന്നാണ് ബംഗാളി പറയുന്നത്. അതാണ് നമ്മളിപ്പോഴത്തെ കേരളത്തിലെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം എനിക്കൊന്ന് ഒരു CEO എന്താണ്, ഒരു ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണമെന്നും എന്തൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് എനിക്കൊന്ന് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ കുറേ ഇഷ്യൂസിനെ കുറിച്ച് പറഞ്ഞു. നമ്മളാരും സൈക്കോളജിക്കലി സപ്പോർട്ടഡ് മീൻസ് നല്ല രീതിയിൽ സ്ട്രോങ് അല്ല ഇപ്പോഴത്തെ യൂത്ത്സ് എല്ലാം. അപ്പോൾ അതിൽ എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യനില്ല. പ്രശ്നങ്ങളില്ലെങ്കിൽ അയാൾ മനുഷ്യനുമല്ല. സോ അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇഷ്യൂസിനൊക്കെ ഒരുപാട് നല്ലൊരു 100% തന്നെ ഒരു സൊല്യൂഷൻ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ പറയുന്ന സൂയിസൈഡ് റേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കത് കത്തിയത്. കാരണം കൊല്ലം ഭയങ്കര ഘട്ടത്തിൽ മുന്നിൽ തന്നെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതേപോലെ സാറിനെ പോലെ കുറേ ഇൻ്റർവെൻഷൻസ് ഭാവിയിൽ അതിൻ്റെ റിസൾട്ട് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു പ്രോഗ്രാമിന് അടുത്തൊരു നല്ലൊരു ഗസ്റ്റുമായിട്ട് നിങ്ങളോടൊപ്പം കാണുന്നവരെ നിങ്ങളോടൊപ്പം നന്ദി പറഞ്ഞു. നന്ദി, നമസ്കാരം. റനീഷ് ആൻ്റണി. താങ്ക് യു മിസ്റ്റർ റനീഷ്, ആൻഡ് ഇറ്റ് വാസ് എ പ്ലഷർ നിങ്ങളുടെ കൂടി. നമ്മുടെയും ഉദ്ദേശം ഇത് തന്നെയായിരുന്നു, ഹോസ്പിറ്റൽ സൈഡിലോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി സൈഡിൽ നിന്ന് നമുക്ക് എത്രത്തോളം ജനങ്ങൾക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും, നല്ലൊരു മെസ്സേജ് കൊടുത്തിട്ട് ആൾക്കാരെ മോട്ടിവേഷൻ ചെയ്യാൻ പറ്റും. വി ഡെഫിനറ്റ്ലി എക്സ്പെക്റ്റ് നന്നായി വരട്ടെ. ഞാൻ ഓൾ ദി ബെസ്റ്റ് റേഡിയോ ബെൻസിഗറും പ്ലസ് ഓൾ കമ്മ്യൂണിറ്റിക്കും.